അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നേരത്തെ സൂരജ് സജിയോട് ഇന്നലെ തൃശ്ശൂരിൽ പൊളിഞ്ഞ 2 കെട്ടിടങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ സൂരജ് ചേലക്കരയിൽ ഒരു കെട്ടിടത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ചേലക്കരയിൽ അപകട ഭീഷണി മുഴക്കി, വർഷങ്ങളായി അപകട ഭീഷണി മുഴക്കി ഒരു കെട്ടിടം അങ്ങനെ നിൽപ്പാണ്. ഈ പറയുന്ന കാറ്റത്തും മഴയത്തും ഒക്കെ അത് എപ്പോൾ നിലംപൊത്തും എന്നത് മാത്രമാണ് അറിയാനുള്ളത്. വലിയ ആശങ്ക ആ മേഖല ഉയർത്തുന്നുണ്ട്. ചേലക്കര പഞ്ചായത്ത് അത് പൊളിക്കാൻ ഏതെങ്കിലും തരത്തിൽ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് അവിടുത്തുകാരുടെ പരാതി. ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. വാഴക്കോട് പ്രാഴി സംസ്ഥാന പാതയുടെ ഓരത്ത് ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ഇതുപോലൊരു കെട്ടിടം ഏത് സമയത്തും വീഴാറായിട്ടുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത്. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും വാർഡ് മെമ്പർ പരാതി കൊടുത്തിട്ടും പ്രദേശവാസികൾ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് അധികൃതരുടെ കൺമുമ്പിലാണ് ഈ പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ഈ കെട്ടിടം നിൽക്കുന്നത്. ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് സമയത്തും വീഴാവുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഒരു കൊല്ലം മുമ്പ് ഇത് പൊളിച്ചു മാറ്റാനുള്ള സംവിധാനം എല്ലാ പഞ്ചായത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾക്കിത് അഭ്യർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഗ്രാമപഞ്ചായത്തുകാർ. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്കിത് ഉടൻ തന്നെ പൊളിച്ചു മാറ്റി തരണം. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഇന്നലെ രണ്ടാമത്തെ കെട്ടിടത്തിൽ ആദ്യ കെട്ടിടത്തിൽ 3 ജീവൻ നഷ്ടമായി. രണ്ടാമത്തെ കെട്ടിടം വലിയ ദുരന്തം ഒഴിവായി അതിന് താഴെ ആരുമില്ലാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ കാറ്റൊന്നും വേണ്ട, ചെറിയൊരു മന്ദമാരുതനടിച്ചാൽ തന്നെ ഇടിഞ്ഞു വീഴാവുന്ന പരുവത്തിൽ നിൽക്കുന്നതാണത്. എന്തുകൊണ്ടാണത് നീക്കം ചെയ്യാൻ ഇടപെടൽ ഉണ്ടാവാത്തത്? സൂരജ്, അത്ഭുതകരമാണ്. ഹാഷ്മി, ജനത്തിരക്കേറിയ മേഖലയിലാണ് ഈ കെട്ടിടം ഇങ്ങനെ ഈ അപകട ഭീഷണി മുഴക്കിക്കൊണ്ട് നിൽക്കുന്നത്. അത് കുറെ കാലമായി ഇവർ പരാതി പറയുന്നു. പക്ഷേ ഗ്രാമപഞ്ചായത്ത് ആകട്ടെ ആ കെട്ടിടം പൊളിച്ചു നിൽക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇതൊരു സംസ്ഥാന പാതയാണ്, എപ്പോഴും തിരക്കുള്ള മേഖലയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം എപ്പോഴും ജനത്തിരക്കുള്ള ഒരു മേഖലയാണ്. ആ ചേലക്കരയിൽ പോയി ഹാഷ്മി അടക്കം വന്നിട്ടുള്ള മേഖലയാണ്. അവിടെ അറിയാം, ഈ ചേലക്കരയിലെ മാർക്കറ്റിലേക്ക് പോകുന്ന ഭാഗമാണ്. അവിടെ ഏറ്റവും തിരക്കുള്ള ചേലക്കരയുടെ ഹൃദയഭാഗം എന്ന് പറയാവുന്ന സ്ഥലത്താണ് ഈ കെട്ടിടം ഇങ്ങനെ അപകട ഭീഷണി മുഴക്കി നിൽക്കുന്നത്. അത് ഈ മഴ കൂടി ശക്തിപ്പെട്ടതോടുകൂടി ഇവരുമായി സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും, അത് ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, അത് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ കൊരട്ടിയിലുണ്ടായ അപകടം, അതിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തൊട്ടു പിന്നാലെ കുന്നംകുളത്തും കെട്ടിടം സമാനമായ സാഹചര്യത്തിൽ തകർന്നു വീഴുന്നു. ഇതുകൂടി ആയപ്പോൾ ഇവർ പറയുന്നത് തങ്ങളുടെ ആശങ്ക ഇരട്ടിച്ചിരിക്കുന്നു. അടിയന്തരമായ ഒരു ഇടപെടലാണ് ഇവിടുത്തെ ജനം ആവശ്യപ്പെടുന്നത്. കാശ്മീർ ഓക്കെ, ഇന്നലെ കണ്ടതാണ്, ഒന്നല്ല 2 കെട്ടിടം തകർന്ന് കണ്ടതാണ്. ആദ്യ കെട്ടിടത്തിൽ പാവം ഈ പറഞ്ഞ അതിഥി തൊഴിലാളികളായിരുന്നു, 3 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരമായപ്പോൾ കുന്നംകുളത്ത് ഒരു കെട്ടിടം കൂടി ഇടിഞ്ഞു വീണു. അത് കാലപ്പഴക്കമൊന്നുമല്ല, കാറ്റടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇടിഞ്ഞു വീണു എന്നുള്ളത് സത്യമാണ്. അതിന് താഴെ ആൾക്കാരില്ലാത്ത കാരണം വലിയ ദുരന്തം ഒഴിവായി. ഇതാ ഒരു കെട്ടിടത്തിൻ്റെ കാര്യം കൂടി സൂരജ് പറയുകയാണ്. ഏതൊക്കെ മേഖലകളിൽ അത്തരത്തിൽ ഇപ്പോൾ തള്ളിയാൽ ഒരൊറ്റ തള്ളിന് താഴെ വീഴും എന്ന മട്ടിൽ നിൽക്കുന്ന ബിൽഡിംഗ് ഏതൊക്കെയുണ്ട് എന്ന് കണ്ടെത്തി എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ ജീവനഷ്ടങ്ങൾ ഒഴിവാക്കാൻ കഴിയും.